നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. വർഷങ്ങളായി തങ്ങളുടെ സഹയാത്രികരായിരുന്ന ശിവസേനയിൽ നിന്ന് നിരന്തരമായ അപമാനങ്ങളും വിമർശന ശരങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ബിജെപിക്ക് ശിവസേനയുമായുള്ള സഖ്യം പറിച്ചെറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാവാം? നിവൃത്തികേട് എന്നല്ലാതെ വേറൊരു ഉത്തരമില്ല. തങ്ങൾക്ക് ഏറ്റവും വിജയസാധ്യതയുണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന 80 ലോക്സഭാ സീറ്റുകളുള്ള യു.പിയിൽ SP-BSP സഖ്യത്തെ തുടർന്ന് അവസ്ഥ വളരെ മോശമാണ് എന്ന് ബി.ജെ.പിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ പരിതസ്ഥിതിയിൽ 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയും അവിടുത്തെ ഒരു പ്രധാന ശക്തിയായ ശിവസേനയും ബി.ജെ.പിക്ക് അത്യന്തം നിർണായകമായിരിക്കുകയാണ്. അതേസമയം ഇത്രയൊക്കെ വിമർശിച്ചതിനും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പല സൂചനകൾ നൽകിയതിനും ശേഷവും ശിവസേനയും ബി.ജെ.പിയുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കുന്നതിന് പകരം അവരുമായുള്ള സഖ്യത്തിന് തങ്ങൾ ഇപ്പോഴും തയ്യാറാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. അതിൻ്റെ കാരണവും മറ്റൊന്നല്ല, നിവൃത്തികേട് തന്നെ. ഇന്നത്തെ സവിശേഷ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ബി.ജെ.പിയുടെ താങ്ങില്ലാതെ തങ്ങൾക്ക് അസ്തിത്വമില്ല എന്ന് അവർക്ക് വളരെ നന്നായി അറിയാം. ഇരുമുന്നണികളും കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിൽ പരസ്പരം സഹിക്കുകയാണ് എന്ന് സാരം. ഈ അവസ്ഥയിലാണ് ഈയിടെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിലപേശലുമായി ശിവസേന രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തന്റെ വസതിയിൽ വെച്ച് സേനാ MP-മാരും MLA-മാരുമായി നടത്തിയ മീറ്റിംഗിൽ ഇതോടനുബന്ധിച്ച ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തതായി അറിയുന്നു. ശിവസേന മഹാരാഷ്ട്രയിലെ വല്യേട്ടനായിരുന്നു, ആണ്, ഇനി എന്നും ആയിരിക്കും എന്ന പ്രസ്താവനയോടെയാണ് നേതാക്കൾ തങ്ങളുടെ വിലപേശലിന് തുടക്കമിട്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിങ്ങൾ എന്തോ ആയിക്കോളൂ, പക്ഷേ മഹാരാഷ്ട്രയിൽ തങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ അംഗീകരിച്ചു തന്നേ ഒക്കൂ എന്നും സീറ്റ് വിഭജനമൊക്കെ എന്നിട്ടു മതി എന്നും ശിവസേന ബി.ജെ.പിയോട് അഹങ്കാരത്തോടെ തുറന്നടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ 50-50 പങ്കുവയ്പിൽ കുറഞ്ഞുള്ള ഒന്നിനും തങ്ങൾ റെഡിയല്ലെന്നും ഒരു സീറ്റ് ബി.ജെ.പിയേക്കാൾ കൂടുതൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കണമെന്നും സേന കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സീറ്റ് വിഭജന സമയത്ത് കൂടുതൽ സീറ്റുകൾ ബി.ജെ.പിക്കായിരുന്നല്ലോ ലഭിച്ചിരുന്നത്. ശിവസേന തങ്ങൾക്ക് സ്വയം കൽപ്പിക്കുന്ന ഈ പ്രാധാന്യം യഥാർത്ഥത്തിൽ അവർക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടോ എന്നതും ഇവിടെ ആലോചനാ വിഷയമാണ്. ബി.ജെ.പിയെ കുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തങ്ങളുടെ കാൽക്കീഴിൽ തന്നെ കോൺഗ്രസും NCPയും കരുത്താർജിച്ചത് സേന ശ്രദ്ധിച്ചിട്ടില്ലെന്നതാണ് സത്യം. അവർക്കാണെങ്കിൽ സേനയുമായി ഒരു സഖ്യത്തിന് താല്പര്യമുണ്ടെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയിച്ചാലും ഇല്ലെങ്കിലും ബി.ജെ.പിക്കും ശിവസേനയ്ക്കും ഇഷ്ടമില്ലാതെയും പരസ്പരം താങ്ങിയേ ഒക്കൂ. അതിനിടയിൽ എന്തൊക്കെ രാഷ്ട്രീയ കുടിലതന്ത്രങ്ങളാണ് ഇരുമുന്നണികളും പരസ്പരം എടുത്തുപയോഗിക്കുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.